പൾസർ സുനി സുപ്രീം കോടതി അനുവദിച്ച ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പുറത്താണ്. പക്ഷേ വരാൻ പോകുന്ന കോടതി വിധി എന്തായിരിക്കും? പൾസർ സുനിക്ക് വീണ്ടും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വരുമോ? കേരളം ഉറ്റുനോക്കുന്നത് ആ വിധി പ്രസ്താവം എന്ത് എന്ന് തന്നെയാണ്. 2017 ജൂൺ 28-നായിരുന്നു ദിലീപിനെയും നാദിർഷായെയും പോലീസ് ചോദ്യം ചെയ്തത് എന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെയായിരുന്നു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ശേഖരിക്കാൻ സാധിച്ചത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് കൂടുതൽ ഊർജിതമായ അന്വേഷണത്തിലേക്ക് പോയത്. മാത്രവുമല്ല, ദിലീപ് നായകനായി അഭിനയിച്ച അവസാന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പൾസർ സുനി എത്തി എന്ന് ജൂലൈ 2-ന് അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിക്കുകയുമുണ്ടായി. അങ്ങനെ ദിലീപ് എന്ന സിനിമാ താരം കൂടി ഈ ഗൂഢാലോചനയുടെ ഭാഗമാകുന്നു എന്ന വിവരം പോലീസ് മനസ്സിലാക്കുകയാണ്. ഒടുവിൽ കേരളത്തെ ഞെട്ടിക്കുന്ന നീക്കം തന്നെ പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതെന്തായിരുന്നു എന്ന് നോക്കാം. നവമി വിശദീകരിക്കും. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണം പുരോഗമിക്കുന്നതിന്റെ ഒരു ഘട്ടത്തിൽ പോലും ദിലീപ് സംശയനിഴലിലായിരുന്നില്ല. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താരസംഘടനയായ അമ്മ സംഘടിപ്പിച്ച പരിപാടിയിലും ദിലീപ് പങ്കെടുത്തിരുന്നു. വേദിയിൽ നടി മഞ്ജു വാര്യർ നടത്തിയ പരാമർശം ഏറെ വിവാദമായി. ഇതിനു പിന്നിൽ നടന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മഞ്ജു വാര്യർ പറഞ്ഞു. ഫെബ്രുവരി 23-ന് ആലുവ ജുഡീഷ്യൽ കോടതിയിൽ കീഴടങ്ങാനെത്തിയ ഒന്നാം പ്രതി പൾസർ സുനിയെയും കൂട്ടാളി വിജേഷിനെയും പോലീസ് അതിനാടകീയമായി കീഴടക്കി. പൾസർ സുനിയുടെ മൊഴിമാറ്റങ്ങൾ കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ആദ്യം പറഞ്ഞ സുനി ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മാറ്റി പറഞ്ഞു. അതിനിടെ പൾസർ സുനിയുടെ സഹതടവുകാരൻ വിഷ്ണു, സംവിധായകൻ നാദിർഷയെയും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും ഫോണിൽ വിളിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചുവെന്ന് നടൻ ദിലീപ് DGPക്ക് പരാതി നൽകി. എന്നാൽ സുനിൽ ജയിലിൽ നിന്നും മറ്റൊരാളുടെ സഹായത്തോടെ ദിലീപിന് എഴുതിയ കത്ത് പുറത്തു വന്നതോടെ നടൻ സംശയനിഴലിലായി. ദിലീപ് ആവശ്യപ്പെട്ടിട്ടാണ് നടിയെ ആക്രമിച്ചതെന്നും ദൃശ്യങ്ങൾ പകർത്തിയതെന്നും കത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ ദിലീപ് 1 കോടി രൂപ വാഗ്ദാനം നൽകി. പൈസ കിട്ടാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഉടൻ പണം നൽകണമെന്നും അതിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് അന്വേഷണ സംഘം ദിലീപ്, നാദിർഷ, അപ്പുണ്ണി എന്നിവരെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. സുനിയുടെ സഹതടവുകാരൻ ജിൻസന്റെ മൊഴിയാണ് കേസിൽ പിന്നീട് വഴിത്തിരിവുണ്ടാക്കിയത്. പൾസർ സുനി ജയിലിൽ നിന്നും നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ച് പണം ആവശ്യപ്പെട്ടതായും വെളിപ്പെടുത്തി. ജൂലൈ 1-ന് ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവന്റെ കൊച്ചിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ പോലീസ് പരിശോധന നടത്തി. നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനിയും കൂട്ടാളികളും ഈ സ്ഥാപനത്തിൽ എത്തിയിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ദിലീപിന്റെ ചിത്രമായ ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സുനി എത്തിയ ചിത്രങ്ങൾ കൂടി പുറത്തു വന്നതോടെ ദിലീപിനെതിരായ കുരുക്കുമുറുകി. ജയിലിൽ ഒളിച്ചുകടത്തിയ ഫോണിലൂടെയും ജയിലിലെ ലാൻഡ് ഫോണിലൂടെയും പൾസർ സുനി നാദിർഷയെയും അപ്പുണ്ണിയെയും വിളിച്ചതിന്റെയും ഇരുവരും തിരികെ വിളിച്ചതിന്റെയും തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അങ്ങനെ തെളിവുകളെല്ലാം കൂട്ടിയിണക്കി മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ജൂലൈ 10-ന് ഗൂഢാലോചന കുറ്റം ചുമത്തി ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദിലീപിനെ അറസ്റ്റ് ചെയ്യുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം റിസ്ക്കുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മലയാളത്തിൻ്റെ ജനപ്രിയ നടൻ കൂടിയാണ് ദിലീപ് എന്നതായിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ ആ അറസ്റ്റ് അങ്ങേയറ്റം നാടകീയമായിരുന്നു, അപ്രതീക്ഷിതം ആയിരുന്നു. അറസ്റ്റ് ഉണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത പോലും പോലീസ് മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ആ നിമിഷം തന്നെ ഈ വാർത്ത കാട്ടുതീ പോലെ പരക്കും എന്ന് പോലീസിന് ഉറപ്പായിരുന്നു. അറസ്റ്റിലായ ദിലീപ് 85 ദിവസമാണ് ജയിലിൽ കിടന്നത്. 3 തവണ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു. ജൂലൈ 10-ന് അറസ്റ്റിലായ ദിലീപിന് കർശന ഉപാധികളോടെ ഒക്ടോബർ 3-നാണ് ജാമ്യം അനുവദിച്ചത്. ഡാനി പോൾ ചേരും വിശദാംശങ്ങളുമായി. ജൂലൈ 10-നാണ് ഈ കേസിൽ കേരളം തന്നെ ഞെട്ടിയ സുപ്രധാനമായ അറസ്റ്റ് നടക്കുന്നത്. അന്ന് റൂറൽ SP ആയിരുന്ന AV ജോർജ് IPSന്റെ നേതൃത്വത്തിലായിരുന്നു ഈ കേസിൽ സുപ്രധാനമായ അറസ്റ്റ് നടക്കുന്നത്. ആലുവയിലെ ഒരു കോഫി ഹൗസിലേക്ക് ദിലീപിനെ വിളിച്ചു വരുത്തുകയും അന്ന് AV ജോർജ് തന്നെ ആ സിവിൽ ഡ്രസ്സിൽ ദിലീപിൻ്റെ മുന്നിലേക്ക് എത്തുകയും ഈ കേസിനെ കുറിച്ച് പറയുകയും ഇതിൽ ദിലീപിൻ്റെ പങ്ക് തങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു, കൃത്യമായ മൊഴിയും തെളിവുകളും നിങ്ങൾക്കെതിരെ ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
തന്നെ ദിലീപിനെ കസ്റ്റഡിയിലെടുക്കുകയാണെന്ന വിവരം അവിടെ വെച്ച് പങ്കുവയ്ക്കുകയും പിന്നീട് ആലുവ ക്യാമ്പ് ഹൗസിലേക്ക് കൊണ്ടുപോവുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. ഏതാണ്ട് 85 ദിവസത്തെയാണ് ദിലീപ് റിമാൻഡിലടക്കം പോകുന്നത്. ഇതിൽ 3 തവണ ഹൈക്കോടതി ജാമ്യത്തിന് വേണ്ടി സമീപിക്കുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ 2 തവണ ജാമ്യത്തിനെത്തുന്നു. പിന്നീട് ഈ കേസ് സ്വാഭാവികമായും ഈ കേസിലെല്ലാം തന്നെ കേസുകളിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ്. ഇതിൻ്റെ കൂടി ഒരു ഇളവായി 85 ദിവസത്തിലേക്ക് എത്തുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ കൂടി ഒരു കാരണങ്ങൾ കൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ ദിലീപിന് ജാമ്യം അനുവദിക്കുകയും 8ാം പ്രതിയായ ദിലീപിന് ജാമ്യം അനുവദിക്കുകയും ചെയ്യുന്നത്. 7ഓളം വ്യവസ്ഥകൾ ഇതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യം വരുന്നത്. സ്വാഭാവികമായി വരുന്ന പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക, അതോടൊപ്പം തന്നെ 2 പേരുടെ ആൾജാമ്യം 1 ലക്ഷം രൂപ കെട്ടിവയ്ക്കുക, സാക്ഷികളെ ഒരു ഘട്ടത്തിലും സ്വാധീനിക്കരുത്, മാധ്യമങ്ങളോട് സംസാരിക്കരുത്, തുടർന്ന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ജാമ്യ വ്യവസ്ഥകൾ കൂടി നൽകിക്കൊണ്ടായിരുന്നു ജാമ്യം അനുവദിക്കപ്പെടുകയും ചെയ്യുന്നത്. ഏതായാലും കേരളം വളരെ കാതോർത്ത, വളരെ സസൂക്ഷ്മം ഒരുപക്ഷെ ഒരു കേരള സമൂഹം പിന്തുടർന്ന ഒരു കേസിലെ അതിനിർണായകമായ അറസ്റ്റായിരുന്നു ജൂലൈ 10 നടക്കുന്നത്. അന്വേഷണത്തിന്റെ നാൾവഴികൾ, നിയമ നടപടികളുടെ തുടക്കം. ഇനി നമ്മൾ അതിലേക്കാണ് കടക്കേണ്ടത്. ദിലീപിനെ അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുന്നത്ര തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കാൻ സാധിച്ചു. പക്ഷേ അങ്ങേയറ്റം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു കേസ് ആണ് എന്ന് പറയുമ്പോഴും അത് തെളിയിക്കുക എന്നത് പ്രയാസകരമാകുന്ന ഒന്ന് എന്ന് പൊതുസമൂഹത്തിന് തന്നെ ബോധ്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതികളുമായി ദിലീപിന് അടക്കമുള്ള ബന്ധം എന്തിനു വേണ്ടിയായിരുന്നു ഗൂഢാലോചന നടത്തിയത്? ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസകരമായ, ഏറ്റവും വലിയ വെല്ലുവിളി എന്നത്. എന്തായാലും 2018 മാർച്ചിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ വിചാരണ നടപടികൾ ആണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ലാത്തത്. അതായത് ഏതാണ്ട് 7 വർഷവും 8 മാസവും ആയിരിക്കുന്നു കോടതിയിൽ നിയമത്തിനു മുന്നിൽ അതിജീവിത എത്തിയിട്ട്. ഇപ്പോഴും അറിയേണ്ടത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്നുള്ളതാണ്. ആജ്ഞ നൽകും വിശദാംശം. ആദ്യഘട്ടത്തിൽ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായിരുന്ന കേസ് പിന്നീട് വിചാരണയ്ക്കായാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുന്നത്. ജസ്റ്റിസ് ഹണിയും വർഗീസിന്റെ കോടതിയിലായിരുന്നു പിന്നീട് വിചാരണ നടന്നത്. അതിജീവിതയുടെ ആവശ്യപ്രകാരം വനിതാ ജഡ്ജും അതുപോലെ സ്പെഷ്യൽ കോടതിയും വിചാരണയ്ക്കായി വേണമെന്നുള്ള ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. ദിലീപിന്റെ ആവശ്യം പ്രധാനമായും CBI കേസ് അന്വേഷിക്കണം എന്നുള്ള ആവശ്യം കോടതി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പ്രത്യേകിച്ചും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ആവശ്യം നിരാകരിക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല തുറന്ന കോടതിയും ഇതിന്റെ വിചാരണകൾ വേണം എന്നുള്ള അതിജീവിതയുടെ ഹർജിയും കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. അതിജീവിത ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഉപഹർജിയുമായി അതിജീവിത രംഗത്തെത്തി. മെമ്മറി കാർഡ്, ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് ആദ്യം നഷ്ടപ്പെട്ടു പോയതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ എറിഞ്ഞു കളഞ്ഞു, അത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു എന്നുള്ള മൊഴികളൊക്കെ ആദ്യഘട്ടത്തിൽ പ്രതികൾ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട്